ഹായ് ഹലോ, എൻ്റെ പേര് ഫർഹാന ഹാരിസ്. എൻ്റെ സ്ഥലം നിലമ്പൂരാണ്. സീസ് ഹോം അക്കാദമി കൊടുക്കുന്ന 1 ഡേ ഫ്രീ ക്ലാസ്സാണ് നമ്മളിവിടെ കൊടുക്കുന്നത്. അതിൽ ഡ്രീം കേക്കാണ് ചെയ്യുന്നത്. ഒരു 1/2 kg ഡ്രീം കേക്കാണ് ഇവിടെ ചെയ്ത് കാണിക്കുന്നത്. അപ്പോൾ ഇതാണ് 1/2 kg ഡ്രീം കേക്കിൻ്റെ ബോക്സ്. ഈ ഒരു ടിന്നിലാണ് നമ്മൾ അതിൻ്റെ സ്പഞ്ച് ബേക്ക് ചെയ്യുന്നത്. ഇത് വന്നിട്ട് 1/2 kgൻ്റെ ടിന്നാണ്, 5.5 ഇഞ്ചിൻ്റെ ടിന്നാണ്. അപ്പോൾ നമുക്ക് സ്പഞ്ച് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസും വെറ്റ് ഇൻഗ്രീഡിയൻസുമാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് വന്നിട്ട് 1/4 ടീസ്പൂണ് ബേക്കിംഗ് പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/4 കപ്പ് പഞ്ചസാര, പൊടിച്ച പഞ്ചസാരയാണ്. പിന്നെ 1/3 കപ്പ് മൈദയാണ് കേട്ടോ. അത്രയാണ് നമ്മൾ ഇതിലേക്ക് എടുത്തിട്ടുള്ള ഡ്രൈ ഇൻഗ്രീഡിയൻസുകൾ. ഇനി നമ്മൾ വെറ്റ് ഇൻഗ്രീഡിയൻസ് ആണ് എടുത്തിട്ടുള്ളത്. ഒരു വലിയ എഗ്ഗ് എടുത്തിട്ടുണ്ട്, പാല്, വാനില എസൻസ്, സൺഫ്ലവർ ഓയിൽ. അടുത്തത് നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് വെക്കാം. ഇപ്പോൾ 1/3 കപ്പ് മൈദ, 1 ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ, 1/8 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ. ഇത്രയും 3 പ്രാവശ്യം തരിച്ച് വെക്കുക കേട്ടോ. ഈ പൊടികൾ 3 പ്രാവശ്യം തരിച്ച് മിക്സ് ചെയ്ത് മാറ്റി വെക്കുക. ഞാനിവിടെ ഒരു ലെയർ സ്പഞ്ചിനുള്ള ഇൻഗ്രീഡിയൻസുകളാണ് എടുത്തിട്ടുള്ളത്. പിന്നെ നമുക്ക് അടുത്തത് ഓവന് പ്രീഹീറ്റ് ചെയ്യാം. 10 മിനിറ്റ് 120-ൽ പ്രീഹീറ്റിന് ഇട്ടിട്ടുണ്ട്. താഴെയും മുകളിലും കോയിൽ വർക്ക് ചെയ്യണം. അടുത്തത് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുക്കുക, അതിലേക്ക് ഒരു എഗ്ഗ് പൊട്ടിച്ച് വയ്ക്കുക, ഒരു പിഞ്ച് ഉപ്പും 1 ടീസ്പൂൺ വാനില എസൻസും ഒഴിച്ചു കൊടുക്കുക. ഇനി ജസ്റ്റ് ഒന്ന് ഫസ്റ്റ് സ്പീഡിൽ ബീറ്റ് ചെയ്യുക കേട്ടോ. നമ്മൾ എഗ്ഗും വാനില എസൻസും ഉപ്പൊന്ന് ബീറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള പഞ്ചസാര കുറച്ച് ഇട്ടിട്ട് ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് എന്നുള്ള സ്പീഡിലിട്ട് ബീറ്റ് ചെയ്തെടുക്കുക. ഇപ്പോൾ നമ്മൾ എഗ്ഗും പഞ്ചസാരയും നന്നായിട്ട് ബീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ ഓയിൽ ചേർത്തിട്ട് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യുക കേട്ടോ. ഇത്ര മതി. ഇനി നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് എഗ്ഗിൻ്റെ ബാറ്ററിലേക്ക്. അപ്പോൾ അതാ ഇതുപോലെ കുറച്ച് എടുത്തിട്ട് എല്ലാ ഭാഗത്തും എത്തുന്ന രീതിയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. അതിന് ശേഷം കട്ട് ആൻഡ് ഫോൾഡ് മെത്തേഡ് ആണ് നമ്മൾ ചെയ്യുന്നത്. ഇതുപോലെ പതുക്കെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യാം. ഇതുപോലെ പതുക്കെ റൗണ്ട് ചെയ്ത് കട്ട് ചെയ്യാം. ഇങ്ങനെ സ്ലോ ആയിട്ട് വേണം നമ്മൾ ഈ ഡ്രൈ ഇൻഗ്രീഡിയൻസ് മിക്സ് ചെയ്തെടുക്കാൻ. ഓവർ മിക്സിങ് ആയാൽ നമ്മളെ ബാറ്റർ താഴ്ന്നു പോകും. അപ്പോൾ നമ്മൾ സ്പഞ്ച് സോഫ്റ്റ് ഉണ്ടാവില്ല. ആദ്യത്തെ ബാറ്റർ മിക്സായി. ഇനി രണ്ടാമതും ഇതുപോലെ ഇട്ട് കൊടുക്കാം. അതും ഇതുപോലെ പതുക്കെ മിക്സ് ചെയ്യാം. ഇതിലേക്ക് 1/2 ടേബിൾ സ്പൂൺ പാല് ചേർത്ത് കൊടുക്കാം. തിളപ്പിച്ചാറിയ പാലാണ് ചേർക്കുന്നത്. റൂം ടെമ്പറേച്ചറിലുള്ള പാലും ബേക്കൊക്കെ വേണം നമ്മൾ ഇതിലേക്ക് യൂസ് ചെയ്യാൻ. പാല് ചേർത്തു. ഇനി നമുക്കൊന്ന് മിക്സ് ചെയ്യാം.
ബാക്കിയുള്ള ഫുള്ള് പൊടികളും ഇട്ടിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഒരു ടേബിൾ സ്പൂൺ പാലും കൂടെ ചേർത്തിട്ട് ഒന്ന് മിക്സ് ചെയ്യാം കേട്ടോ. നമ്മൾ ബാറ്റർ അവിടെ നന്നായിട്ട് മിക്സ് ആയിട്ടുണ്ട്. നമ്മൾ ബാറ്ററിൻ്റെ കൺസിസ്റ്റൻസി വന്നിട്ട് റിബൺ കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. ഓവറായിട്ട് ലൂസാകാനും ടൈറ്റ് ആകാനും പാടില്ല. ഈ ഒരു കൺസിസ്റ്റൻസിയാണ് വേണ്ടത്. റിബൺ കൺസിസ്റ്റൻസി എന്ന് പറയും. കണ്ടില്ലേ, ഈ ഒരു കൺസിസ്റ്റൻസിയാണ് നമ്മൾ ബാറ്റർ വേണ്ടത്. ഇനി നമുക്ക് ഈ ഒരു ബാറ്റർ നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ടിന്നിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. സ്റ്റാർട്ടിങ്ങിൽ നമ്മൾ കേക്ക് ടിന്ന് റെഡിയാക്കി വെക്കണം. ഞാൻ അടിയിൽ ബട്ടർ പേപ്പർ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. സൈഡിൽ ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ട് മൈദ ടെസ്റ്റ് ചെയ്തിട്ടാണുള്ളത് കേട്ടോ. ഇനി ഒരു ടിന്നിലേക്കാണ് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ബാറ്റർ ഒഴിക്കുന്നത്. ബാറ്റർ ഒഴിച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ബാറ്റർ നന്നായിട്ട് മിക്സ് ചെയ്യാം. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ എത്താനും എയർ ബബിൾസുകൾ പോകാനുമാണ്. അതിന് ശേഷം നമ്മൾ ടിന്ന് നന്നായിട്ട് ടാപ്പ് ചെയ്ത് അതിലുള്ള എയർ ബബിൾസ് കളഞ്ഞിട്ട് വേണം വെക്കാൻ. അപ്പോൾ നമ്മൾ ഓവൻ ഇവിടെ പ്രീഹീറ്റ് ആയിട്ടുണ്ട്. ഈ പ്രീഹീറ്റ് ആയിട്ടുള്ള ഓവനിലേക്ക് നമുക്ക് നമ്മളെ ബാറ്റർ കേക്ക് ടിന്ന് വെച്ച് കൊടുക്കാം. ഞാൻ 20 മിനിറ്റ് 180-ൽ 20 മിനിറ്റ് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. അടുത്തത് നമ്മൾ ഗനാഷ് ചെയ്യാണ്. അപ്പോൾ ഗനാഷ് ചെയ്യുന്നത് ഡബിൾ ബോയിൽ മെത്തേഡിലാണ്. അപ്പോൾ ഞാനിതവിടെ നല്ല ചൂടുള്ള വെള്ളം കൊണ്ടു വെച്ചിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മൾ ഇതുപോലെ ഒരു ബൗൾ വെച്ച് കൊടുക്കാം. ബൗൾ വെച്ചതിന് ശേഷം നമ്മൾ ആദ്യം ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമാണ് ചേർക്കുന്നത്. ഈ വിപ്പിംഗ് ക്രീം ഒന്ന് ചൂടാക്കി എടുക്കുക കേട്ടോ. വിപ്പിംഗ് ക്രീം ചൂടായിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്കൊരു 1/4 കപ്പ് ഡാർക്ക് കോമ്പൗണ്ടാണ്, ഡാർക്ക് ചോക്ലേറ്റ് ആണ്. ഒരു 2/3 കപ്പ് ഡാർക്ക് ചോക്ലേറ്റ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇത് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക കേട്ടോ. ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ചെയ്തെടുക്കുക. ഈ ചോക്ലേറ്റ് നന്നായിട്ട് മെൽറ്റ് ആകുമ്പോൾ ഇതിലേക്ക് നമ്മൾ റൂം ടെമ്പറേച്ചറിലുള്ള അൺസാൾട്ടഡ് ബട്ടർ 1 ടീസ്പൂൺ അളവിൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ചോക്ലേറ്റ് ഒക്കെ മെൽറ്റായി വരുന്നുണ്ട്. ചെറിയ പീസുകളാക്കിയിട്ട് ചോക്ലേറ്റ് ഇട്ടാൽ വേഗം മെൽറ്റായി കിട്ടും. ചോക്ലേറ്റ് നന്നായിട്ട് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി അതിലേക്ക് നമുക്ക് ഒരു 1 ടീസ്പൂൺ അളവിൽ ബട്ടർ ചേർത്തിട്ട് നന്നായിട്ട് മെൽറ്റ് ചെയ്ത് കൊടുക്കാം. ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇത് നന്നായിട്ട് ചോക്ലേറ്റ് ഒക്കെ മെൽറ്റ് ആയിട്ട് നല്ല ഗ്ലേസിങ് ആയിട്ടുള്ള ഗനാഷ് ഇവിടെ റെഡി ആയിട്ടുണ്ട്.
അടുത്തത് നമ്മൾ ക്രീം ബീറ്റ് ചെയ്യാണ്. അപ്പോൾ ക്രീം ഫ്രീസറിന് എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെച്ച് നന്നായിട്ട് ലിക്വിഡ് ഫോം ആയതിനു ശേഷം മാത്രം ബീറ്റ് ചെയ്യാൻ പാടുള്ളൂ. ബോക്സ് പുറത്തേക്ക് എടുത്തതിന് ശേഷം ഇതുപോലെ നന്നായിട്ട് ഷേക്ക് ചെയ്യുക കേട്ടോ. ഇതുപോലെ വെള്ളത്തിൻ്റെ സൗണ്ട് വരും. ഈ ഒരു ഫോമിലാണ് നമ്മൾ ബീറ്റ് ചെയ്യാൻ എടുക്കേണ്ടി. അപ്പോൾ തന്നെ നന്നായിട്ട് ഡ്രൈ ആയിട്ടുള്ള ഒരു ബൗൾ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മളെ ബീറ്ററിൻ്റെ ബ്ലേഡ് നന്നായിട്ട് ഡ്രൈ ആയിട്ടുണ്ട്. നമുക്ക് ഒരു 1/2 കപ്പ് വിപ്പിംഗ് ക്രീം എടുത്തിട്ട് ബീറ്റ് ചെയ്യാം. ഫസ്റ്റ് സ്പീഡിൽ ബീറ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നമ്മൾ ക്രീം ഇവിടെ ബീറ്റ് ആയിട്ടുണ്ട്. നമുക്ക് നല്ല സ്റ്റിഫായി കിട്ടുമൊന്നും വേണ്ട, ലൂസ് ഫോം ഒന്ന് മാറി ജസ്റ്റ് ഒന്ന് തിക്കായാൽ മതി. നമ്മളതിലേക്ക് റെഡിയാക്കി വെച്ചിട്ടുള്ള ഗനാഷ് കുറച്ച് ഒഴിച്ചു കൊടുക്കുക. ചൂടാറിയിട്ടുള്ള ഗനാഷ് ഒഴിച്ചു കൊടുക്കുക. ഒരു 2 ടേബിൾ സ്പൂണൊക്കെ ഒഴിച്ചിട്ട് ചോക്ലേറ്റ് മൂസിൻ്റെ ക്രീം ആക്കി എടുക്കുക കേട്ടോ. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂണിൽ ഗനാഷ് ഒഴിച്ചിട്ടുണ്ട്. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് ബീറ്റ് ചെയ്യാം. അതാ ഇത് നമുക്ക് ചോക്ലേറ്റ് ക്രീം ആക്കിയെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കി കൊടുക്കാം കേട്ടോ. നന്നായിട്ടൊന്ന് ആദ്യം മിക്സ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അത് നമ്മളെ ചോക്ലേറ്റ് ക്രീം പൈപ്പിംഗ് ബാഗിലേക്ക് ആക്കുകയാണ്. കട്ട് ചെയ്യാത്ത പൈപ്പിംഗ് ബാഗിലേക്ക് ക്രീം നിറച്ച് കൊടുക്കുക. ഇതുപോലെ താഴേക്കൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഫ്രണ്ട് ഒന്ന് കട്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ ഞാൻ നല്ല തിളച്ച വെള്ളം എടുത്തിട്ടുണ്ട് ഒരു പാത്രത്തിൽ. അതിന് മുകളിലൊരു ബൗൾ വെച്ചിട്ട് അതിലേക്ക് മിൽക്ക് ഓമോണ്ട് ചോക്ലേറ്റാണ് ഇട്ടിട്ടുള്ളത്. ഏറ്റവും ടോപ്പ് വശം ആ കട്ട് ചെയ്ത് പൊട്ടിച്ചെടുക്കൂലേ, ആ വശത്തെ ചോക്ലേറ്റാണിത്. നമ്മളത് ഇതുപോലെ മെൽറ്റാക്കി എടുക്കുക കേട്ടോ. ഇതിൽ വിപ്പിംഗ് ക്രീം ഒന്നും ചേർത്തിട്ടില്ല, ഈ ചോക്ലേറ്റ് മാത്രമാണ് മെൽറ്റ് ചെയ്തെടുക്കുന്നത്. ഈ ചോക്ലേറ്റ് ഡയറക്റ്റ് ഫ്രിഡ്ജിൽ നിന്ന് എടുത്തിട്ട് മെൽറ്റ് ചെയ്താൽ മെൽറ്റ് ആകൂല. ഫ്രിഡ്ജിൽ നിന്ന് 2 മണിക്കൂർ മുന്നേ പുറത്ത് വെച്ച് അതിന് തണുപ്പൊക്കെ പോയതിന് ശേഷമാണ് ഇതുപോലെ മെൽറ്റാക്കി എടുക്കാൻ. മെൽറ്റാക്കാൻ എടുക്കുന്ന പാത്രം അതുപോലെ സ്പൂണൊക്കെ ഡ്രൈ ആകണം. പിന്നെ അതുപോലെ ഈ അടിയത്തെ വെള്ളം ഈ മുകളിലുള്ള ടിന്നിൽ ഈ ഒരു പാത്രത്തിൽ ടച്ച് ചെയ്യരുത് കേട്ടോ. അപ്പോൾ നമ്മൾ ചോക്ലേറ്റ് ഇവിടെ മെൽറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ അളവിൽ സൺഫ്ലവർ ഓയിൽ ചേർത്ത് കൊടുക്കുക. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചോക്ലേറ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതാണ് നമ്മൾ കേക്ക് സെറ്റ് ചെയ്യാം. പിന്നെ ബോക്സിലേക്ക് നമ്മൾ സ്പഞ്ച് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് സിറപ്പ് ഒഴിച്ച് കൊടുക്കണം. അതിന് 1/2 കപ്പ് പാൽ എടുത്തിട്ടുണ്ട്, തിളപ്പിച്ചാറിയ പാലാണ്. അതിലേക്ക് 2 ടേബിൾ സ്പൂൺ അളവിൽ മിൽക്ക് മെയ്ഡ് ചേർത്ത് കൊടുക്കുക. ചേർത്ത് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ഈ ഒരു സിറപ്പാണ് നമ്മൾ അതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഈ ഒരു സിറപ്പാണ് നമ്മൾ ഇതിലേക്ക് ഒഴിക്കുന്നത്. നന്നായിട്ട് സിറപ്പ് സോക്ക് ചെയ്ത് കൊടുക്കണം. ഇപ്പം നമ്മൾ 2ാമത്തെ ലെയർ ക്രീം ഇതിലേക്ക് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. നമുക്കത് സ്പൂൺ വെച്ചിട്ട് ഇതുപോലെ ഇതുപോലെ ഇങ്ങനെ ലെവൽ ചെയ്തെടുക്കാം.
ഇത് നമുക്ക് ഇനി ഫ്രീസറിൽ ഒരു 5 മിനിറ്റ് വെച്ചിട്ടൊന്ന് തണുപ്പിക്കുക കേട്ടോ. അതാണ് നമ്മളെ രണ്ടാമത്തെ ലെയർ ഇവിടെ സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമ്മൾ മൂന്നാമത്തെ ലെയർ കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മളെ ഗനാഷ് വെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ള ഈ ഗനാഷിലേക്ക് റോസ്റ്റഡ് ആയിട്ടുള്ള നട്ട്സ് ആണ് ഇട്ട് കൊടുക്കുന്നത്. ഒരു 1/4 കപ്പിൻ്റെ ഒരു 1/4 ഭാഗത്തോളം ബദാമാണ് എടുത്തിട്ടുള്ളത്. അത് ഈ ഗനാഷിലേക്ക് ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഈ ഒരു ഗനാഷാണ് നമ്മൾ മൂന്നാമത്തെ ലെയറായിട്ട് കൊടുക്കുന്നത് കേട്ടോ. നമുക്ക് എല്ലാ ഭാഗത്തേക്കും നീക്കി കൊടുക്കാം. മൂന്നാമത്തെ ലെയർ കൂടെ സെറ്റ് ആയിട്ടുണ്ട്. ഇത് നമുക്കിനി ഒന്ന് ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കാം കേട്ടോ. ഒരു മാക്സിമം ഒരു 3 മിനിറ്റ് എങ്കിലും നല്ല കൂളിങ്ങിൽ ഫ്രീസറിൽ വെച്ചിട്ട് എടുക്കുക, ഇതൊന്ന് സെറ്റ് ആകാൻ. നാലാമത്തെ ലെയർ സെറ്റ് ചെയ്ത് കൊടുക്കണം. അപ്പം നമ്മൾ ചോക്ലേറ്റ് മാത്രം മെൽറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നല്ലോ, ആ ഒരു മെൽറ്റ് ചെയ്ത ചോക്ലേറ്റാണ് നമ്മൾ ഇതിന് മുകളിൽ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇതിന് പകരം ഡയറി മിൽക്ക് ചെയ്താലും മതി കേട്ടോ. ഇത് നമുക്കൊന്ന് സെറ്റാകാൻ നോക്കാം കേട്ടോ. അപ്പോൾ നമ്മളെ 5ാമത്തെ ലെയർ കൂടെ ഇട്ട് കൊടുക്കുകയാണ്. 4 ലെയറും സെറ്റായിട്ടുണ്ട്. നമ്മൾ കുറച്ച് കൊക്കോ പൗഡർ ലൈറ്റായിട്ട് ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ തട്ടി കൊടുക്കാം. നമ്മുടെ ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് പൊട്ടിച്ച് നോക്കാം. അപ്പോൾ നമ്മൾ ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട്. 5 ലെയറോട് കൂടിയ ഡ്രീം കേക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് കേട്ടോ. ഞാൻ ബേക്ക് ചെയ്യാൻ പോകുന്നത് സ്റ്റൗ ടോപ്പിലാട്ടോ. ഇതേപോലുള്ള ഒരു കുക്കർ കണ്ടില്ലേ, അടി കട്ടുള്ള ഒരു കുക്കറിലാണ് ഞാൻ ബേക്ക് ചെയ്യുന്നത്. അപ്പം എങ്ങനെ നോക്കാം. ഏറ്റവും ചെറിയ തീയിൽ നമ്മൾ ഫ്ലെയിം ഓൺ ആക്കുന്നുണ്ട്. നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ ഹൈ ഫ്ലെയിമിലിടാം, അല്ലെങ്കിൽ ലോ ഫ്ലെയിമിലിടാം. ഞാനിപ്പോൾ പൊടികൾ തയ്ച്ചതിൻ്റെ അടുത്ത സ്റ്റെപ്പാണ് പ്രീ ഹീറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതാ ഏറ്റവും ലോല് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ പ്രീ ഹീറ്റ് ചെയ്യാനുള്ള പാത്രം വെച്ചു. അതിൻ്റെ ഉള്ളിൽ ഇതുപോലുള്ള റിങ് ഇറക്കി വെക്കുക. പിന്നെ ഒരു പരന്നിട്ടുള്ള ഒരു സ്റ്റാൻഡ് കേട്ടോ. നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഒരു പ്ലേറ്റ്, നമ്മൾ ഈ അലുമിനിയത്തിൻ്റെ പ്ലേറ്റ് വെക്കുക. നമ്മൾ ബാറ്റർ വെക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ചെരിഞ്ഞു പോകാതെ നിൽക്കാനാണ്. അതിൻ്റെ കൂടെ ഇതാ ഒരു അടപ്പ് വെച്ചിട്ടുണ്ട്. അടപ്പ് വെക്കുമ്പോൾ സൈഡിൽ കൂടെ എയർ പോകുന്നുണ്ടോ എന്ന് ടെസ്റ്റ് ചെയ്തതിന് ശേഷം വേണം ചെയ്യാൻ.